ഈ വിമർശനം ഉന്നയിച്ച രാഹുൽ അടക്കം ഈ HMCയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് രേഖാമൂലം ഒരു പരാതിയും ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന മുറക്ക് നമ്മൾ നഗരസഭ പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കും. അതിനിപ്പോ കൗൺസിലർ നിലക്ക് സാവിനെ വെട്ടിയിട്ട് വേണമെങ്കിൽ CPM നമുക്ക് എഴുതാം. ഇനി അല്ല ഒരാളത്തിന് അഡീഷണൽ കിട്ടിയേ പറ്റുള്ളൂ, അവർക്ക് അങ്ങനെ ഒരു വാശിയോടെ ആണെങ്കിൽ നമ്മൾ അത് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത് നമുക്ക് ദുർവാശിയൊന്നും ആ കാര്യത്തിലില്ല. പെരിന്തൽമണ്ണ നഗരസഭ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചാനൽ 10 പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പ്രധാനമായും HMCയിലെ രാഷ്ട്രീയ മുതലെടുപ്പ്, അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നീ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനവുമായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ചാനൽ 10 പ്രേക്ഷകരോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങൾക്ക് മറുപടിയുമായിക്കൊണ്ട് നഗരസഭാ ഭരണസമിതി ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ്. ഭരണസമിതി അംഗങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനവുമായിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്ത് വരികയാണ്. പ്രധാനമായും HMCയിലെ രാഷ്ട്രീയ മുതലെടുപ്പ്, അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നൊരു വലിയൊരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഈ വിമർശനം ഉന്നയിച്ച രാഹുൽ അടക്കം ഈ HMCയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു പാർട്ടി പ്രതിനിധി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പാർട്ടി തന്ന ഒരു ആളുകളെ വെച്ചിട്ടാണ് നമ്മളിത് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അത് HMCയിൽ ആരൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അവരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മുൻ ചെയർപേഴ്സൺ ആയിരുന്ന നിഷി അനിൽരാജ്, അതുപോലെ തന്നെ മുൻ കൗൺസിലർ ആയിരുന്ന അനീഫ, അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ HMC രൂപീകരിച്ചിട്ടുള്ളത്. രാഹുൽ അടക്കം അവർ 3 പേരും ഈ HMCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലൊരു വിമർശനം എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമുള്ള ഒരു കാര്യമല്ലല്ലോ. എന്തായാലും അവരുടെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിൽ വേറൊരു പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. നമ്മളെല്ലാം ചെയ്യേണ്ടത് തന്നെ നമ്മൾ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഹരിത കർമ്മസേനയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഭരണസമിതി നടത്തുന്നു എന്നൊരു ആരോപണം കൂടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികരണം? ഹരിത കർമ്മസേന ഇതുവരെ നമ്മളത് തീരുമാനമൊന്നും ആയിട്ടില്ല. സ്വകാര്യവൽക്കരിക്കേണ്ട ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് അവര് പ്രതിപക്ഷം അങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചാല് നമുക്കത് ഒന്നും പറയാനില്ല. കാരണം ഇത്രയും കാലം നമ്മള് ക്ലിയർ ആയിട്ട് തന്നെയാണ് എല്ലാതും നടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ അവരുടെ ഒരു പരാതിയോ കാര്യമോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കിട്ടാത്ത അടിസ്ഥാനത്തിൽ നമ്മള് സാലറിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇതുവരെ ഒരു പരാതിയോ ഒരു പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് രേഖാമൂലം ഒരു പരാതിയും ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന മുറക്ക് നമ്മൾ നഗരസഭ പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കും. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫസൽ മുഹമ്മദ് കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിക്കൊണ്ട് പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ആരോപണങ്ങളെ ഭരണസമിതി പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ ഈ ആരോപണത്തിന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന് ആരോപിക്കാം. നമ്മൾ അതിലൊരു ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയോ അതിലെടുത്തിട്ടില്ല. അതിൽ നിയമത്തിൽ പറയുന്നത് അതിൽ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ചെയർമാൻ വേണം, വൈസ് ചെയർമാൻ വേണം, ആരോഗ്യ കമ്മിറ്റി സ്റ്റാൻഡിംഗ് ചെയർമാൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ പ്രത്യേകമായി പറയുന്നത് അവിടുത്തെ വാർഡ് കൗൺസിലർ വേണം എന്നാണ്. അപ്പൊ ആ വാർഡ് കൗൺസിലർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറാണ് ശ്രീ രാഘവനെ നമ്മൾ ഉൾപ്പെടുത്തി. നമ്മൾ പിന്നെ കോൺഗ്രസിന്റെ 2 ആള്, CPM ലീഗിന്റെ 2 ആള്, CPMന്റെ ഒരാളെ വെച്ചിട്ടുള്ളൂ എന്നാണ് അവരുടെ പരാതി. ഈ അടുത്ത കൗൺസിലുള്ള ആളെ വേണമെങ്കിൽ CPMനെ ബ്രാക്കറ്റിലിട്ട് എഴുതിയാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. അപ്പൊ അത് ഒരു വിമർശനമായി കൗൺസിൽ ഉന്നയിച്ചു. നമ്മളത് പരിശോധിക്കാന്ന് പറഞ്ഞു. നമുക്കതിൽ ഒരു കാര്യത്തിൽ അവിടെ HMC എന്ന് പറയുന്നത് അതാത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ പരിപോഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പിന്തുണ നൽകുന്ന ഒരു സംവിധാനം മാത്രമാണ്. അങ്ങനെ ഉണ്ടാകുന്നത് അവരെ നമ്മളെന്താ വെച്ചാൽ അവിടെ ഒരാളോ 2 ആളോ കൂടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഒരു കാര്യമായി കാണുന്ന ഒരു കാര്യമല്ല. അവിടെ അതിൽ ഒരു റെക്കമെൻഡേഷൻ പോസ്റ്റ് അല്ല അത്. അവിടെ ആർക്കും വേണമെങ്കിലും ഏത് ആൾക്കും വേണമെങ്കിൽ ഇപ്പൊ ഒരു സാധാരണ ഒരു പൗരന് വേണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആർക്കും തടസ്സമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതൊരു ആരോപണത്തിന് വേണ്ടി ആരോപിച്ചു. ഞങ്ങൾ അതിലൊന്നും നമ്മളതിലൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളത്
അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് പോകുന്ന ആളുകളല്ല ആസ്പത്രികൾ. ആ ആസ്പത്രികളിൽ നമ്മൾ വേണ്ടുന്ന പ്രാതിനിധ്യത്തോടു കൂടി അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാൻ നമ്മൾ തയ്യാറായി മുമ്പോട്ട് പോകും. അതിനിപ്പോ കൗൺസിലർ നിലയ്ക്ക് സാവിനെ വെട്ടിയിട്ട് വേണമെങ്കിൽ CPM നമുക്ക് എഴുതാം. ഇനി അല്ല ഒരാളെ തന്നെ അഡീഷണൽ കിട്ടിയേ പറ്റുള്ളൂ, അവർക്ക് അങ്ങനെ ഒരു വാശിയോടെ ആണെങ്കിൽ നമ്മൾ അത് പരിഹരിക്കാൻ നമ്മൾ തയ്യാറായി. നമുക്ക് ദുർവാശിയൊന്നും ആ കാര്യത്തിലില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹരിതകർമ്മസേനയുടെ വിഷയമാണ്. ഹരിതകർമ്മസേന എന്ന് പറയാൻ പ്യുവർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു പ്രത്യേക സംഘമാണ്. അതിലെ അവിടുത്തെ അംഗങ്ങൾ കൂടി തെരഞ്ഞെടുക്കുന്ന ഒരു ഡയറക്ടർ ബോർഡും ആണ് അതിന്റെ നടത്തിപ്പ്. അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുണ്ട്. അതിന് മോണിറ്റർ ചെയ്യുന്ന ഒരു പണി മാത്രമേ മുനിസിപ്പാലിറ്റിക്കുള്ളൂ. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ പിന്നിൽ കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ വരുമാനങ്ങൾ വാങ്ങലും അതിന് ശമ്പളം കൊടുക്കലും അതിന്റെ പാഴ്വസ്തുക്കൾ വിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അവരാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് സെക്രട്ടറിയാണ് അതിന്റെ മോണിറ്ററിംഗ് അതോറിറ്റി. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു പരാതിയുമായിട്ട് അവര് വന്നിട്ടില്ല. വരുന്ന സമയത്ത് പുറത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ചിലപ്പോൾ രാഹുൽ കേട്ടമാത്ത കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. രാഹുലിന് പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല. ആ പരാതി കിട്ടിയാൽ ആ പരാതി നമ്മള് സെക്രട്ടറി തലത്തിൽ അത് വേണ്ട സംവിധാനം ചെയ്ത് അങ്ങനെ അവർക്ക് ശമ്പളം കിട്ടാത്തൊരു പരിസ്ഥിതി ഉണ്ടാവേണ്ട ഇതില്ല. ഹരിതകർമ്മസേനയെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. അത് മുനിസിപ്പാലിറ്റി അത് വിചാരിച്ചിട്ട് മുനിസിപ്പാലിറ്റി ഹരിതകർമ്മസേന ചെയ്യുന്ന എല്ലാ കാര്യവും കൊണ്ടുനടക്കാന്നുള്ളതല്ല. അവർ പോകുന്ന കാര്യങ്ങൾ മോണിറ്റർ, അവര് വരവ് ചെലവുകൾ കാര്യങ്ങൾ കണക്കുകൾ ശരിയായി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടുണ്ട്. അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വീഴ്ച വരുത്തിയത് ആരാണെന്ന് നമ്മൾ നോക്കും. ആ വന്ന ആളുകൾക്ക് എന്താണ് ഇതിനുള്ള കുഴപ്പം എന്നുള്ളത് അവരുടെ ഡയറക്ടർ ബോർഡിൽ നമ്മൾ പറയും. ആ ഡയറക്ടർ ബോർഡിൽ അതിന് തീരുമാനമായിട്ടില്ലെങ്കിൽ ജനറൽ ബോഡി വിളിച്ച് ഈ കാര്യം പറഞ്ഞ് നിങ്ങളെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാര മാർഗം കണ്ട് മുമ്പോട്ട് പോകാൻ എന്നല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തം പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ മാലിന്യങ്ങൾ എടുക്കാണ്ട് വിളിച്ചു പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയേണ്ടത് ഹരിതകർമ്മസേനയുടെ സെക്രട്ടറി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പരാതി വരാറുണ്ട്. ആ പരാതി വരുമ്പോ അവരെ വിളിച്ചു പറയും. അത് വിജയിക്കും. ചാക്ക് കൊടുത്തില്ല എന്നുള്ള വലിയ പരാതി കൊണ്ടുപോകുമ്പോ ചാക്ക് കൊടുത്തില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി വന്നപ്പോ അവർ വിളിച്ചോണ്ട് ചാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ചാക്ക് കൊടുക്കാൻ വേണ്ടി അവർ ചാക്ക് വാങ്ങാനുള്ള ചില പ്രയാസങ്ങൾ പറഞ്ഞു. പ്രയാസം ഉണ്ടായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് ചാക്ക് കൊടുത്തു. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പൊ ഓരോ പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിനെ നമ്മളൊന്നും രാഷ്ട്രീയമായിട്ടൊന്നും കാണാതെ പെരിന്തൽമണ്ണയുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പൊതുവായ വിഷയങ്ങളായി നമ്മൾ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും അതങ്ങനെ ചെയ്യും. പരാതി പറയുന്നവർക്ക് പരാതി പറയാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാം. ഹരിതകർമ്മസേനയെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ പ്രതികരിക്കും? അങ്ങനൊരു ശ്രമം നമ്മൾ നടത്തുന്നില്ല. ഹരിതകർമ്മസേന ആ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം വേണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അതിനെ പറ്റി ആലോചിക്കും. ഇപ്പൊ കേരളത്തിലെ ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ ഹരിതകർമ്മസേന ഇല്ല. പേരിന് മാത്രമായിട്ട് ഹരിതകർമ്മസേനയും ബാക്കിയുള്ള ഏജൻസികൾ ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. നമുക്ക് ഏജൻസിക്ക് കൊടുക്കൊണ്ട് വിരോധമൊന്നുമില്ല. ഏജൻസി കൊടുക്കണമെന്നില്ല, കൊടുക്കണ്ടെന്ന് ഇരിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ അവിടുത്തെ ഈ 10-80ഓളം വരുന്ന ആളുകളെ സംരക്ഷിച്ച് അവരുടെ കുടുംബ ജീവിത പ്രശ്നം മുമ്പോട്ട് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അത് UDFന്റെ മൊത്തത്തിലുള്ള നിലപാടാണ്. ആ നിലപാടിന് വിരുദ്ധമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവില്ല. അത് വേണ്ട സമയത്ത് അത് കാര്യങ്ങൾ മുമ്പോട്ട് പോയി അവർക്ക് കഴിയില്ല എന്ന് ബോധ്യം വരുമ്പോഴാണ് അതിനെ പറ്റി ആലോചിക്കേണ്ടത്. ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയമാണ് മുമ്പിൽ വരുന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഒരുമാതിരിക്ക് സ്മൂത്തായി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ശരിക്കും നേരിട്ടിട്ട് ചെയർപേഴ്സന്റെയോ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സന്റെയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയോ ഒരു കീഴിലുള്ള സംഭവമല്ല. അത് വരുന്ന വർക്ക് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ അതിന്റെ മുന്നിലുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രേരണ അതിന് നമ്മളത് ഒരു വില കൽപ്പിക്കുന്നില്ല. അത് അതിൻ്റെതായ അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്ത് പോയിട്ട് ഏറ്റവും സ്മൂത്തായി പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം. അപ്പൊ ആ നയത്തിന് ഒരു പൊതുവെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ബഹളം ഉണ്ടാക്കുന്ന ആളാണ് ഏറ്റവും ലൈവായിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിജയം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്.
മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വലിയ തിരിച്ചടി വന്നു. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് എന്ന് മാത്രമേ നമ്മളതിൽ കാണുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുക, അത് വിചാരിച്ചിട്ട് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അത് നമ്മുടെ സംസ്ഥാന UDF-ന്റെ നയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിന് പരാജയപ്പെട്ടവര് ഒക്കെപ്പാട് മോശക്കാരാണെന്നുള്ള അഭിപ്രായം. പരാജയപ്പെട്ടവര് പണിയെടുക്കും, വിജയിച്ച ആൾക്കാർ വിജയിച്ച പണിയെടുക്കും. അവരെ വിമർശിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളോട് നേരിട്ടിട്ട് പറഞ്ഞിട്ട് മുമ്പ് പറയാവുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പരിഹാരങ്ങൾ ഉണ്ടാക്കാണ്ട്. ഇപ്പൊ പ്രതിപക്ഷ കൗൺസിലർമാർ നമ്മൾക്ക് ചില പ്രയാസങ്ങൾ പറയാനുണ്ട്. ആ പ്രയാസങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യലാണ് ഒരു ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഭരണകർത്താക്കന്മാരുടെ ഒരു നീതിപൂർവമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനാണ്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇത് വാർഡുകൾക്കോ അല്ലെങ്കിൽ ഇതൊക്കെ ഭരണ സംവിധാനത്തിന് വേണ്ടി തിരിച്ച കുറെ മാർഗങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ പ്രശ്നം അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അവരുടെ പ്രശ്നം ഒരേ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. പെരിന്തൽമണ്ണ നഗരസഭ ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത്. പ്രതിപക്ഷം ഈ ഒരു സമയത്ത് ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഭരണസമിതി ചാനൽ 2 പ്രേക്ഷകരോട് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണപ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുമെന്നാണ് ഭരണസമിതി ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. We create your future and the world safe in our hands. We need to prepare our students for their future because we are preparing students for jobs that have not been invented yet. We should be preparing students to be global. 21st century citizens are lifelong learners. Discipline is our first aim. We are trying to make the basic foundation stronger with highly skilled teachers. We encourage your kids' talents. World-class environment. Getting an international level of education to children of common people was out of dreams till yesterday. We just started. AUP School, Padaikara, Perindalmanna, Malappuram.